സെക്ഷൽ കേസിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് സ്ത്രീകസ്ഖലനം അഥവാ പ്രീമച്വർ ഇജാക്കുലേഷൻ. ഈ പ്രീമച്വർ ഇജാക്കുലേഷനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണ പോലെ തന്നെ ഓവറായിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട്. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സ്ത്രീകസ്ഖലനത്തിന് കാരണം എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ സയ്യിദ് മുഹസിൻ. ഇന്ന് നമുക്ക് അത് വിശദമായിട്ട് പരിശോധിക്കാം. സ്ത്രീകസ്ഖലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞത് സഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഡോക്ടർ എന്തുകൊണ്ടാണ് എല്ലാ വിഷയത്തിനും സഡൻഡറി ലൈഫ് സ്റ്റൈൽ പറയണത്, അതുപോലെ സ്ത്രീകസ്ഖലനത്തിന് പറഞ്ഞത്? പ്രീമച്വർ ഇജാക്കുലേഷൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയണതുപോലെ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് വൈഫുമായിട്ട് പാർട്ട്ണറായിട്ട് ബന്ധപ്പെട്ട് വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ ഇജാക്കുലേഷൻ സംഭവിക്കുന്നതിനാണ് പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം 1 മിനിറ്റിനുള്ളിൽ തന്നെ സ്ഖലനം സംഭവിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സ്ത്രീകസ്ഖലനം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസാണ്. അത് എന്തുകൊണ്ടാണ് സഡൻഡറി ലൈഫ് സ്റ്റൈൽ ഇതിന് കാരണമെന്ന് നമുക്കറിയുന്നില്ല. അതാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കുന്നത്. സ്ത്രീകസ്ഖലനം പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. സ്ത്രീകസ്ഖലനം അഥവാ പ്രീമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കാത്ത ഒരു മെയിലും ഈ ലോകത്തുണ്ടാവില്ല. വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ 1, 2, 3 പ്രാവശ്യം സ്ത്രീകസ്ഖലനം സംഭവിക്കാം. പക്ഷേ അത് സംഭവിച്ചതിന് ശേഷം പിന്നീട് ഉണ്ടാവുന്ന ലൈംഗിക ബന്ധങ്ങളിൽ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ അത് പിന്നീട് നമുക്ക് തുടർച്ചയായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഞാൻ വ്യത്യസ്തമായ സമയങ്ങളിൽ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഒരു പ്രാവശ്യം ഫെയിൽ ആയതുകൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം, പിന്നീടുള്ള അറ്റംപ്റ്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയിക്കാൻ പറ്റുള്ളൂ. പ്രീവിയസ് എക്സ്പീരിയൻസ് വേണം. ചില പേഷ്യൻസ് വന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? ഇല്ല ഡോക്ടറെ, ഫസ്റ്റ് ടൈമാണ്. സ്വാഭാവികമായിട്ടും അത് ക്ലിയർ ചെയ്ത് വരേണ്ട സമയമില്ല. കാരണം ആങ്സൈറ്റി ഉണ്ടാവും. എന്താണ് സെക്സിനെ കുറിച്ചിട്ടുള്ള അവ്യക്തമായിട്ടുള്ള, നമുക്ക് ഏറ്റവും കൂടുതൽ സെക്സ് നോളജ് കിട്ടുക നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ്. ചില പേഷ്യൻസ് പറഞ്ഞു, ഡോക്ടർ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അവർക്ക് 30 മിനിറ്റോളം ടൈമിംഗ് ഉണ്ട്, എനിക്കാകെ ഈ 5 മിനിറ്റ് താഴെയുള്ളൂ, എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ചോദിക്കും. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ നോർമലി ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ, അതായത് ഹെൽത്ത് അവയർനെസ് ആയ വിഷയങ്ങൾ നിങ്ങൾ ഒതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാത്രമേ അത് അറിയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സെക്സോളജിസ്റ്റിൻ്റെ അടുത്ത്. കാരണം അവ്യക്തമായിട്ടുള്ള ധാരണകൾ, നിങ്ങൾ പലവിധ തെറ്റിദ്ധാരണ, ഇവർ വേറെ ആളോടത് തുറന്നു പറയൂല. അവരുടെ മൈൻഡിൽ എന്തായിരിക്കും, 30 മിനിറ്റാണ് നോർമൽ ടൈമിംഗ് എന്നുള്ള ധാരണയിലാണ് പുള്ളി നടക്കുക. ജീവിതത്തിൽ മൊത്തത്തിലാക്കി കിട്ടും 30 മിനിറ്റ്. ഇതിനെ അനുബന്ധിച്ച് ഞാൻ വേറൊരു കാര്യം പറയാം. എൻ്റെ അടുത്തൊരു പേഷ്യൻസ് വന്നിരുന്നു. ആ പേഷ്യൻസ് പിന്നെ പ്രോസ്റ്റേറ്റിന് സർജറി കഴിഞ്ഞായിരുന്നു. സർജറിക്ക് ശേഷം ഒരുപാട് കോംപ്ലിക്കേഷൻ സംഭവിച്ചു. പിന്നെ അതിന് ശേഷം എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പുള്ളിക്ക് സ്ഖലനം സംഭവിക്കാത്തൊരവസ്ഥ വന്നു. സ്ഖലനം സമയം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 30 മിനിറ്റോളം ടൈമിങ് കിട്ടാത്ത അവസ്ഥ. അപ്പോൾ പുള്ളി പറയുക, ഡോക്ടർ ഞാൻ വൈഫായിട്ട് ബന്ധപ്പെട്ട് വൈഫ് ഇപ്പം സെക്സിലേക്ക് വരുന്നേ ഇല്ല. കാരണം എന്താണ്, ഇത് തളരാണ്. നോർമൽ ഈ ഒരു 10 മിനിറ്റ് ഈ പറഞ്ഞതിന് മേലെയൊക്കെ പോവുകയാണെങ്കിൽ പാർട്ട്ണർ ക്ഷീണിച്ച് തളരും. പിന്നീട് അവരൊരിക്കലും താല്പര്യത്തോടുകൂടി ഇൻ്റർകോഴ്സിന് വരില്ല. അപ്പോൾ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മാത്രമേ അസുഖങ്ങളും നമ്മുടെ കാര്യങ്ങളും അറിയാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ അത് അന്വേഷിക്കാൻ പാടുള്ളൂ. ഫ്രണ്ട് സർക്കിൾ അറിഞ്ഞോട്ടെ, അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ ലെവലും കാര്യം നിങ്ങൾക്ക് അറിയാലോ, അല്ലെ അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് എത്ര കൃത്യമായ നോളജ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഒരു മനുഷ്യനും തൻ്റെ ബലഹീനത പുറത്ത് പറയൂല. അപ്പം നോർമലി ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് കിട്ടുന്ന ആളാണെങ്കിൽ പോലും പുറത്ത് പറയുക എന്താ, എനിക്ക് 20 മിനിറ്റ് കിട്ടാറുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ മറ്റുള്ളവരുടെ എങ്ങനെയാണ് പറയുക? നിങ്ങൾക്ക് ടൈമിംഗ് എത്തില്ല, നിങ്ങൾ തൊട്ടടുത്ത ഫ്രണ്ട് ചെയ്യും, നിങ്ങൾ എന്താ പറയുക? അത് ശരിയാണ് ഡോക്ടർ, ഞാനും അങ്ങനെയാണ് പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി എന്താണ് അതിൻ്റെ കാരണം നോക്കുക. നമ്മൾ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും പറയുമ്പോൾ പറയും ഡോക്ടർ സഡൻഡറി ലൈഫ് സ്റ്റൈലാണ് വിഷയം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ പ്രീമച്വർ ഇജാക്കുലേഷനെ അഥവാ സ്ത്രീകസ്ഖലനത്തിനെ എങ്ങനെ ബാധിക്കുന്നത് നോക്കാം. സ്ത്രീകസ്ഖലനത്തിനെ നിയന്ത്രിക്കുന്നത്, അതായത് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് സ്ഖലനം സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറിലെ മെസ്സേജസുകൾ കൈമാറുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഈ പറയുന്ന മാസ്റ്റുർബേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഓൾറെഡി സെറ്റായിരിക്കും. എന്താണ്, ബന്ധപ്പെടാൻ പോവുകയാണ്, ഉടനെ സ്ഖലനം നടക്കണം. കാരണം സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ മൈൻഡ് വളരെ പെട്ടെന്ന് കഴിച്ച് പുറത്ത് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുക.
അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് വരുമ്പോഴും തലച്ചോറ് ഇതേ രീതിയാണ് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ എന്താണ്, വളരെ ഷോർട്ട് ടൈമായിട്ടായിരിക്കും ഇവരുടെ റിലേഷൻ ടൈമിങ് കിട്ടുക. അപ്പോൾ പ്രീമച്ചർ ഇജാക്കുലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് മാസ്റ്റുർബേഷൻ്റെ ഹിസ്റ്ററിയാണ്. പിന്നീട് നേരത്തെ പറഞ്ഞ ഈ മെസ്സേജ് എത്തിക്കുന്ന ഒരു രീതിയുണ്ട് തലച്ചോറിലേക്ക്, നമ്മൾ സിഗ്നൽ എത്തിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും സെറോട്ടോണിൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഏറ്റവും നോർമലായിട്ട് പറയണത് നമ്മളെ മൂഡ് ഹോർമോൺ, അതായത് മൂഡ് നിശ്ചയിക്കുന്നതിൻ്റെ കഴിവുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് സെറോട്ടിൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ്, അതായത് നമ്മൾ ഹാപ്പി ആയിരിക്കണോ അല്ലെങ്കിൽ നമ്മൾ സാഡ് ആയിരിക്കണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതിൻ്റെ കാരണം എന്താ സംഭവിക്കുക, ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുമ്പോൾ ബോഡിയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയും. വളരെയധികം കുറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താവും, സ്ഖലനം വളരെ പെട്ടെന്നാവും. അതിൻ്റെ അളവ് ബോഡിയിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ ടൈമിങ്ങും കൂടുകയും ചെയ്യും. ഇതുകൊണ്ടാണ് എന്താണ് കാരണം എന്നറിഞ്ഞ് ചികിത്സിക്കണമെന്ന് പറയുന്നത്. ഈ പറഞ്ഞ രൂപത്തിൽ നാച്ചുറലായിക്കൊണ്ട് തന്നെ, കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കേസുകളിൽ, വളരെ പെട്ടെന്ന് തന്നെ സ്ഖലനം നടക്കാത്ത കേസുകളിൽ നാച്ചുറലായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്, സെറോട്ടിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന രീതിയിലൂടെ നമുക്ക് മികച്ച ഫലം പ്രീമച്ചർ ഇജാക്കുലേഷനിൽ കണ്ടുവരാറുണ്ട്. നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് നിർബന്ധമായിട്ടും 1 hour എങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതാണ്. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്കൊരു യാതൊരുവിധ ചെലവില്ലാതെയും ബോഡിയിൽ നാച്ചുറലായിട്ട് തന്നെ സെറോട്ടിൻ്റെ അളവ് വർദ്ധിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ സൺലൈറ്റ്. ഇന്നത്തെ നമ്മൾ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം കൊള്ളൽ തന്നെ വളരെ കുറവാണ്. പണ്ട് കാലത്തൊക്കെ യാത്രയിലെങ്കിലും, ഇപ്പോൾ ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് കൊള്ളാറുണ്ട്, അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ കൊള്ളാറുണ്ട്. ഇന്ന് എല്ലാവരും ഒട്ടുവിധ ആൾക്കാർ 80% എന്താണ്, 4 വീലേഴ്സാണ് യാത്ര ചെയ്യുന്നത്. വിൻഡോ പൊക്കും. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാറില്ല. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉറവിടമാണ്. അതുപോലെ ഫുഡിൽ നോക്കുകയാണെങ്കിൽ എഗ്ഗ് ഇതിൻ്റെ പ്രധാന ഉറവിടമാണ്. അതുപോലെ ഫിഷിൽ സാൽമോൺ, അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാത്രമല്ല ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള ഡെത്ത് നടക്കുന്ന സെൽസിൻ്റെയൊക്കെ റിജുവിനേഷനും ബോഡിയെ റീജനുവേഷൻ ചെയ്യാനും ഈ ആൻറ്റി ഓക്സിഡൻറ്റ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളും മറ്റും എല്ലാവിധ സെൽ ഡീജനറേഷനൊക്കെ വളരെ ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. നമ്മൾ നട്ട്സിലേക്ക് പോകണമെങ്കിൽ നട്ട്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ സീഡ്സും. ഈ സീഡ്സും ഇത് നട്ട്സിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീമച്ചർ എജാക്കുലേഷൻ സീഡ്സ്. അതിൽ ഏറ്റവും പറഞ്ഞത് പംകിൻ സീഡാണ്. അതുപോലെ തന്നെ സൺഫ്ലവർ സീഡും. ഇതോടൊപ്പം നമുക്ക് വാൾനട്ടും ആൽമണ്ടും കഴിക്കാവുന്നതാണ്. ഈ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടുള്ള സെറോട്ടിൻ്റെ ബോഡിയിൽ അളവ് വർദ്ധിപ്പിക്കുകയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രൂപത്തിൽ പ്രീമച്ചർ എജാക്കുലേഷനെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് അതിൻ്റെ കാരണങ്ങൾ, ഇത് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ കാരണങ്ങളാണ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അത് 1 hour നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. പുരുഷന്മാർക്ക് അഡൽട്ടിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസാണ് സൈക്ലിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അധികം വീഡിയോ പറയാറുള്ളത്. അത് മറ്റുള്ള കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സറൗണ്ടിങ്സിലേക്ക് പോകുന്ന സമയത്ത് ഒരു ജിമ്മിലൊക്കെ പോകുമ്പോൾ കൂടുതൽ റൂമിൽ നിന്നൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ വ്യത്യസ്തമായ കാഴ്ചകൾ കാണുകയാണ്. ഇപ്പോൾ റൂട്ടുകൾ മാറുകയാണെങ്കിൽ ടൗൺ റൂട്ടിൽ നിന്ന് മാറിക്കൊണ്ട് റൂറലിലേക്ക് പോവുകയാണ് സമയത്താണെങ്കിൽ പാടങ്ങളും വരും, അതൊക്കെ കാണുകയാണെങ്കിൽ മൈൻഡ് അറിയാതെ സെറോട്ടോണിൻ്റെ നാച്ചുറലായിട്ടുള്ള ഗ്രോത്ത് വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് സൈക്ലിംഗ് പ്രിഫർ ചെയ്യണത്. അതുപോലെ കുറച്ച് വിശദമായിട്ട് ഇരിക്കുക, പുറത്ത് പോയിട്ട് ഇരിക്കുക. അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഇൻഡോറിന് പകരം ഔട്ട്ഡോർ ചെയ്യുകയാണെങ്കിൽ അത് പ്രീമച്ചർ ഇജാക്കുലേഷൻ അത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. രണ്ടാമത് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലേറ്റായിട്ട് ഉറങ്ങിയും വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന അവസ്ഥ. ഇത് ബോഡിയിൽ അസിഡിറ്റി കൂട്ടുകയും ഈ ഒട്ടുമിക്ക കണ്ട ഒരു 80% പ്രിമച്ചർ ഇജാക്കുലേഷനുള്ള പേഷ്യൻറ്റിൻ്റെ 80% ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് 100% ഉണ്ടാവാറുണ്ട്. കാരണം അതിൻ്റെ കാരണം എന്താണ്, ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ വളരെയധികം ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരികയും ബോഡിയുടെ ചൂട്, അത് ലിവറിൻ്റെ പറഞ്ഞ വീക്ക്നെസ് കൊണ്ട് തന്നെ ബോഡി ചൂട് വർദ്ധിക്കുകയും ചെയ്യും. ചൂട് വർദ്ധിക്കുന്ന പേഷ്യൻസിൽ എന്താവാറുണ്ട്, ഈ പറഞ്ഞ പ്രീമച്ചർ ഇജാക്കുലേഷൻ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ പ്രീമച്ചർ ഇജാക്കുലേഷനുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, കൃത്യമായിട്ടുള്ള ദഹന സംവിധാനം കൃത്യമാക്കേണ്ടതാണ്. ദഹനത്തിൻ്റെ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇതിനെ
ഒരുവിധം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട്. ഇനി എന്താണ് തൊട്ടടുത്ത കാരണം എന്നുള്ളത് നോക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ മാസ്റ്റുർബേഷൻ. മാസ്റ്റുർബേഷൻ നിർബന്ധമായിട്ട് നിർത്തേണ്ടതാണ്. മാസ്റ്റുർബേഷൻ നമ്മൾ അറിയാതെ തന്നെ വളരെയധികം കൂടുതലായിട്ട് ഈ പറഞ്ഞ പ്രീമച്വർ എജാക്കുലേഷന് കാരണമാവാറുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മാസ്റ്റുർബേഷൻ ഇതിന് കാരണമാവുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഈ പറഞ്ഞ കാരണങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ രീതി എങ്ങനെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഒരു 60 to 70% കേസുകളിൽ ചിലപ്പോൾ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് വളരെ ദൂരെയുള്ള പേഷ്യൻസ് ആയിരിക്കും. അതായത് കേട്ട് പരിചയമില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് പോലും കൺസൾട്ടിങ് കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നത് ഡോക്ടർക്ക് മെഡിസിൻസ് വരും. അപ്പോൾ ഞാൻ പറയും ഈ രൂപത്തിൽ നിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ അവർ പിന്നീട് ഒരു 2 months കഴിയുമ്പോൾ അവരെന്ന് പറയും ഡോക്ടറെ നല്ല ഹാപ്പിയാണ് ഡോക്ടർ, ഇപ്പോൾ നല്ല ചേഞ്ചസ് ഉണ്ട്. ചില പേഷ്യൻസ് എന്താ പറയുക ഡോക്ടർ മെഡിസിൻ നിർബന്ധമാണ് ഡോക്ടർ പറയണ പോലെയല്ല, എനിക്ക് ഒരുപാട് കാലമായി തുടങ്ങിയിട്ട്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചിട്ട് ഒരു രൂപത്തിലെത്തുമ്പോൾ അവരോട് പറയും നിങ്ങൾക്ക് ഇപ്പോൾ മെഡിസിൻ്റെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ഒരു 2 weeks നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ രൂപത്തിൽ ഡയറ്റും എക്സസൈസും കൊണ്ട് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് മെഡിസിൻ ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാമെന്ന്. അപ്പോൾ അത് നമ്മളതിൻ്റെ നമ്മുടെ കാരണം കൃത്യമായിട്ട് ഡോക്ടേഴ്സിനേക്കാൾ പോലും കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കാണ് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇൻഡൈജഷൻ്റെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ വളരെ വൈകിട്ട് ഉറങ്ങുന്ന പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ട് നിങ്ങൾ നിർത്തേണ്ടതാണ്. പിന്നീട് ഉണ്ടാകുന്നൊരു കാര്യമാണ് സ്മോക്കിംഗ്, ആൽക്കഹോൾ. ഇതൊക്കെ ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ പറഞ്ഞ പ്രീമച്വർ എജാക്കുലേഷൻ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെ പോലെ ജനറലായിട്ടുള്ള ലേസിനെസ്, അതുപോലെ തന്നെ ക്ഷീണം. കാരണം നമുക്ക് മനസ്സിലാവും ഒരു കാര്യത്തിലും ഒരു ആക്റ്റീവ് ഉണ്ടാവാറില്ല. ഒരു 50 to 40% പേഷ്യൻസ് അങ്ങനെ തന്നെ പറയാറുണ്ട് ഡോക്ടർ എനിക്ക് ജനറലി ഒരു കാര്യമില്ല, ഒരു താല്പര്യമില്ല. എല്ലാ കാര്യത്തിനും കേട്ടോ, കേവലം ഈ കാര്യത്തിന് മാത്രമല്ല ജനറലായിട്ടുള്ള കാര്യത്തിന് പോലും താല്പര്യമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അതുപോലെ തുടർച്ചയായിട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതൊക്കെയാണ് പ്രീമച്വർ എജാക്കുലേഷൻ്റെ കോമൺ കോസ് ആയിട്ട് പറയുന്നത്. നേരത്തെ പറഞ്ഞ പെർഫോം ആങ്സൈറ്റി അത് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് അഡൽട്സിനാണ്. അതായത് നമ്മുടെ ഇൻസേഫ് ആയിട്ടുള്ള സെക്യൂർ അല്ലാത്ത രൂപത്തിലുള്ള പാർട്ട്നേഴ്സ് ആയിട്ടുള്ള റിലേഷൻ എന്നീ കാരണങ്ങളാണ് ഈ പെർഫോം ആങ്സൈറ്റി കല്യാണം കഴിഞ്ഞ് ഉടനെ ഉണ്ടാകുന്ന അവസ്ഥ. അത് കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്നുള്ളത് ലൈഫിൽ 1 അല്ലെങ്കിൽ 5 ഉള്ളിലായിട്ട് വ്യത്യസ്ത സമയങ്ങളിൽ പുരുഷന്മാർക്ക് സംഭവിക്കുന്നതാണ്. നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്തത് കൊണ്ട് തുടർച്ചയായിട്ട് ഇല്ലാതെ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. പ്രീമച്വർ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ എന്താവും, അത് വീണ്ടും അത് പതിയെ കോംപ്ലിക്കേഷനിലേക്ക് പോകും. ഇനി പ്രീമച്വർ ഇജാക്കുലേഷന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ല ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ വാൾനട്ടും അതുപോലെ ആൽമണ്ടും ഫിഗും, അതായത് അത്തിപ്പഴം 3 ചേർത്ത് കൊണ്ട് ഈ പറഞ്ഞ പോലെ തേനിൽ ചേർത്തിട്ട് ദിവസവും 2 ടീസ്പൂൺ രാവിലെയും വൈകിട്ടും കഴിക്കുന്നതിന് വളരെയധികം ഫലപ്രദമാണ്. അതോടൊപ്പം തന്നെ രാത്രി 4 അത്തിപ്പഴം കഴിക്കുകയാണെങ്കിൽ ഇത് ഈ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഇൻഡൈജഷൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കുറയ്ക്കുകയും ചെയ്യാറുണ്ട്. 7 മണിക്ക് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഹെവി ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് ഇൻ കേസ് ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യാം, സലാഡ് ഐറ്റംസ് വളരെ കൂടുതലായിട്ട് കഴിക്കുക. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിക്കൊണ്ട് ഒരു 1 hour ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. അതിന് ശേഷം അനാർ ഡയറക്റ്റായിട്ട് ജ്യൂസാകുന്നതിന് പുറമെ ജ്യൂസ് ഇപ്പോൾ ടൈം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ടൈം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അനാർ ഡയറക്റ്റ് കഴിക്കുന്നത് നമ്മുടെ ഡൈജഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കുറച്ച് കാലത്തേക്ക് വയറിൻ്റെ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ സ്പൈസി ഫുഡ് കണ്ടന്റുകൾ പരമാവധി കുറക്കാൻ നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ടതാണ്. കുറക്കുന്നത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ല, ഡോക്ടറുടെ അടുത്ത് പോവാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഇതിൽ ചേഞ്ചസ് കണ്ടുവരുന്നതാണ്. ഇനി ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ കുറച്ച് പഴകിയ ഒരു കേസാണെങ്കിൽ, കുറച്ച് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കറക്റ്റ് കോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതായത് നിങ്ങളുടെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഡൈവോഴ്സിൻ്റെ പോലും കാരണമാവാറുണ്ട്. ചില പേഷ്യൻസ് ഒന്ന് പറയാറുണ്ട് ഡോക്ടറെ അവസാന സമയത്താണ് അവൾ പറഞ്ഞിട്ടുള്ളത്, ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഇല്ല എനിക്ക് ട്രീറ്റ്മെൻറ്റ് നേടായിരുന്നു. പിന്നീട് ചില പേഷ്യൻ്റ് ഡോക്ടർ ഇപ്പം ഞങ്ങളാണ് ഫുൾ ഹാപ്പിയാണ്. കാരണം എന്താണ്, ആ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇല്ലാതായത്.
അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബുദ്ധിമുട്ടുകൾ പഴകിയതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈദ്യസഹായം തേടേണ്ടതാണെന്ന് തോന്നുകയാണെങ്കിൽ യാതൊരുവിധ മടിയും കൂടാതെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇതിന് പേഷ്യൻസിനോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളിപ്പോൾ ഡോക്ടറോട് അല്ലാതെ നിങ്ങളിത് ആരോടാണ് പറയാം, ഡോക്ടർ എനിക്കിത് പറയാൻ മടിയായിക്കൊണ്ടാണ് ഇത്രയും കാലമായിട്ട് കൺസൾട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ അത് പറയാതിരിക്കുമ്പോൾ വീണ്ടും കോംപ്ലിക്കേഷനിലേക്കല്ലേ പോവുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുകയും അതിൻ്റെ പരിഹാരം തേടുകയും ചെയ്യുകയാണെങ്കിൽ സന്തുഷ്ടകരമായ സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം. നന്ദി.